ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തല നാമത്തിൽ സ്നേഹവന്ദനം. സുവിശേഷൻ കൂടിയായ ഒരു ഡോക്ടറുടെ സമീപം കടന്നു വന്ന ഒരു സഹോദരി തൻ്റെ ശരീരത്തെ ബാധിച്ചിരിക്കുന്നതായ ത്വക്ക് രോഗത്തെക്കുറിച്ച് ഡോക്ടറെ അടുക്കൽ സൗഖ്യം ആവശ്യപ്പെടുകയായിരുന്നു. ഡോക്ടർ തനതായ രീതി അനുസരിച്ച് ഈ സഹോദരിയുമായി അല്പസമയം സംസാരിക്കുവാനായിട്ട് ഇടയായി. സംസാരത്തിലൂടെ ഡോക്ടർക്ക് മനസ്സിലായി ഇവളുടെ രോഗം ഇവളുടെ സഹോദരിയുമായിട്ടുള്ളതായ അകൽച്ചയിൽ നിന്ന് ഇവൾക്ക് സംഭവിച്ചതാണ് എന്ന് മുതലാണ് ഈ രോഗം ഇവളെ ബാധിച്ചത് എന്ന് ഡോക്ടർ അവളുടെ അടുക്കൽ അന്വേഷിച്ചപ്പോൾ അവൾ അതിൻ്റെ സമയം വെളിപ്പെടുത്തിയെന്ന് മാത്രമല്ല, അവരുടെ പിതൃസ്വത്ത് ഭാഗം ചെയ്ത സമയത്ത് ഇവളേക്കാൾ കൂടുതൽ ഇവളുടെ സഹോദരിക്ക് ലഭിച്ചു എന്നുള്ളതുകൊണ്ട് ആ സഹോദരിയുമായി ഇവൾ പിണക്കത്തിലായി എന്ന് അവരെ വെളിപ്പെടുത്തുകയായിരുന്നു. അന്ന് മുതലാണ് ഈ ത്വക്ക് രോഗം ഇവരെ ബാധിച്ചത് എന്നും അവർ സമ്മതിച്ചു. അപ്പോൾ ഡോക്ടർ അവരോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഈ സഹോദരിയുമായി അനുരഞ്ജനപ്പെട്ടുകൂടെ? അപ്പോൾ ഇവർ പറയുകയായിരുന്നു, ഞാൻ മരിച്ചാലും ആ സഹോദരിയുമായി അനുരഞ്ജനപ്പെടുവാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന്. ഇത് പൊതുവെ സമൂഹത്തിൽ കാണുന്ന ഒരു സംഭവമാണ്. സ്വത്ത് തർക്കം സഹോദര ബന്ധങ്ങളെ ശിഥിലമാക്കുന്നതായ അനുഭവം ഇന്ന് നമ്മൾ സമൂഹത്തിൽ നിത്യേന കാണുന്ന സംഭവങ്ങളാണ്. എന്നാൽ പ്രിയമുള്ളവരെ, അത് നമ്മളെ നാശത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. മറ്റുള്ളവരോടുള്ള വെറുപ്പ് നമ്മളെ നിത്യനാശത്തിലേക്ക് നയിക്കുന്ന രോഗാവസ്ഥകളിലേക്ക് കാരണങ്ങളാക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. ആധുനിക വൈദ്യശാസ്ത്രം കണ്ടെത്തിയ ഒരു സത്യം കൂടിയാണിത്. ഈ ആഴ്ച അനുരഞ്ജനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് വളരെ വ്യക്തമായ ചില പ്രസ്താവനകൾ എഴുതിയത് വായിക്കുവാനായിട്ടിടയായി. അനുരഞ്ജനത്തിന് തയ്യാറാകുന്ന രോഗികൾ രോഗസൗഖ്യം എളുപ്പമാണ് എന്നാണ് വൈദ്യശാസ്ത്രം കണ്ടെത്തുന്നത്. മറ്റുള്ളവരോട് വെറുപ്പും വിദ്വേഷവും പുലർത്തിക്കൊണ്ട് രോഗാവസ്ഥയിലെത്തുന്നവരെ ചികിത്സിച്ച് സുഖമാക്കുക സാധ്യമല്ല എന്നും വൈദ്യശാസ്ത്രം വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചത് എന്തായിരുന്നു? തന്നെ കുരിശിലേറ്റിയവർക്ക് വേണ്ടി ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥന. പലപ്പോഴും പലരും വന്ന് പങ്കുവെക്കാറുണ്ട്, എൻ്റെ അച്ഛാ, എൻ്റെ മുൻകോപം മാറിക്കിട്ടാനാണ് എന്താണ് മാർഗം? അവർക്ക് തന്നെ അറിയാം മുൻകോപത്തിൻ്റെ അടിമകളാണ് അവരെന്ന്.
ഇതൊന്ന് മാറിക്കിട്ടാനുള്ള പ്രതിവിധി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവരോട് പറയാറുള്ള മറുപടി നമ്മുടെ കർത്താവ് കാണിച്ചു തന്ന മാതൃകയാണ്. ഇവർ ചെയ്തതെന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. അതായത് തന്നെ കുരിശിലേറ്റിയവരെ നിരപരാധികളായി കാണുവാനായിട്ട് തമ്പുരാന് സാധിച്ചു. നമ്മെ ഉപദ്രവിക്കുന്നവരെ നിരപരാധികളായിട്ട് ഇന്നസെൻസ് ആയി കാണുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ അവരുമായിട്ട് അനുരഞ്ജനപ്പെടുവാനായിട്ട് നമുക്ക് എളുപ്പമാണ്. പാവം, അറിയാതെ ചെയ്തു പോയതാണ്, കർത്താവേ ക്ഷമിക്കണേ. കർത്താവ് പ്രാർത്ഥിച്ച അതേ മനോഭാവത്തിലൂടെ സാധിച്ചാൽ നമുക്ക് മുൻകോപത്തെ അതിജീവിക്കുവാനായിട്ട് പറ്റും. വചനം പറയുന്നുണ്ട്, എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന് ഒരു മനുഷ്യൻ കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് പറയുന്നുണ്ട് 70 വട്ടം ക്ഷമിക്കാം. എന്താണ് ഈ 70 വട്ടം? വേദശാസ്ത്രപരമായി പരിശോധിച്ചാൽ 7 എന്ന് പറയുന്നത് പൂർണ്ണതയുടെ ഒരു സംഖ്യയാണ്. 6 ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം നിർവഹിച്ച് 7-ാം ദിവസം തമ്പുരാൻ വിശ്രമത്തിനായിട്ട് തിരഞ്ഞെടുക്കുകയായിരുന്നു. അതിനാണ് ശാബത് എന്ന് വിളിക്കുന്നത്. അപ്പോൾ 7 ദിവസം കൊണ്ട് സൃഷ്ടിയുടെ പൂർണ്ണത നിർവഹിക്കുവാനായിട്ട് തമ്പുരാന് സാധിച്ചു. ഈ 7ന്റെ പെരുക്കങ്ങളാണ് നമുക്കറിയാം. 7 ദിവസം കൂടുന്ന ഒരാഴ്ചയെങ്കിൽ 4 ആഴ്ച കൂടുന്നതാണ് ഒരു മാസം, 12 മാസം കൂടുന്നതാണ് ഒരു വർഷം. എന്തിനു പറയുന്നു? സൃഷ്ടിയുടെ മർമ്മം, സൃഷ്ടിയുടെ രഹസ്യം പോലും ഈ 7 എന്ന സംഖ്യയിൽ അധിഷ്ഠിതമാണ്. ദൈവം ആകാശവും ഭൂമിയും കടലും സൃഷ്ടിക്കുമ്പോൾ 7 ആകാശവും 7 കരകളും 7 കടലുകളും സൃഷ്ടിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നീ തൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭത്തിൽ പ്രകാശം സൃഷ്ടിക്കുന്നു. പ്രകാശത്തിന് 7 വർണ്ണങ്ങളാണെന്ന് നമുക്കറിയാം. ദൈവം ഉണ്ടാകട്ടെ എന്ന തൻ്റെ കൽപ്പനയിലൂടെയാണ്, സ്വരത്തിലൂടെയാണ് സൃഷ്ടികർമ്മം നിർവഹിക്കുന്നതെങ്കിൽ ശബ്ദത്തിന് 7 സ്വരങ്ങളാണ് എന്നും നമുക്കറിയാം. വീണ്ടും നാം പരിശോധിക്കുമ്പോൾ ജീവൻ്റെ ഘടനയിൽ ഈ 7ന്റെ പെരുക്കങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഏഴ് ദിവസങ്ങളാണ് ഒരാഴ്ചയെങ്കിൽ ആ ആഴ്ചകളെ കണക്കാക്കിയാണ് പക്ഷികളും മൃഗങ്ങളും മനുഷ്യരുമൊക്കെ പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ട് സമയങ്ങൾ കണ്ടെത്തുക. അപ്പോൾ 7 എന്ന് പറയുന്നത് ഒരു പൂർണ്ണതയുടെ സംഖ്യയാണ്. പൊതുവെ നമ്മൾ സംഖ്യാശാസ്ത്രത്തിൽ നോക്കിയാൽ 9 പൂർണ്ണതയുടെ സംഖ്യ. എന്നാൽ ദൈവശാസ്ത്രപരമായിട്ട് ചിന്തിക്കുമ്പോൾ 7 പൂർണ്ണതയുടെ സംഖ്യയാണ്. അതുകൊണ്ടാണ് 70 വട്ടം അതിരുകളില്ലാത്ത 7⁻70 എന്ന് പറഞ്ഞാൽ 85 അക്കങ്ങളുള്ള ഒരു സംഖ്യയാണെന്നാണ് പറയപ്പെടുന്നത്. അതിരുകളില്ലാത്ത ക്ഷമ, പൂർണ്ണമായ അനുരഞ്ജനം, അതാണ് ഇവിടെ ലക്ഷ്യമാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് 70 വട്ടം ക്ഷമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകുവാനായിട്ടിടയാകുക. മദർ തെരേസ പറയുന്നത്, ക്ഷമിക്കുവാനായിട്ട് സാധിച്ചാൽ
പൂർണ്ണമായ അനുഗ്രഹം ലഭിക്കുവാനായിട്ടത് മുഖാന്തരമാകുമെന്നാണ്. ക്ഷമിക്കുക എന്നുള്ളത് അസാധ്യമായ ഒരു അവസ്ഥയാണ് എങ്കിൽ ക്ഷമിക്കുവാനായിട്ട് സാധിച്ചാൽ ദൈവത്തെ പൂർണ്ണമായിട്ടും സ്വീകരിക്കുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തെ പൂർണ്ണമായിട്ട് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ അനുഗ്രഹം പൂർണ്ണമായിട്ട് അനുഭവിക്കുവാനായിട്ട് നമുക്ക് ഇടയാകുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ അടിസ്ഥാന വിളി ആരാധനയാണ്. നമുക്കറിയാം, യെശയ്യാ പ്രവചനത്തിൽ ഒരു കൂട്ടം മാലാഖമാർ നഷ്ടപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ പാതാളത്തിലേക്ക്, നാശകൂപത്തിലേക്ക് നിബന്ധിച്ചപ്പോൾ അഹങ്കാരമായിരുന്നു അതിന് കാരണമെങ്കിൽ ഞാൻ ദൈവത്തെ പോലെയാകും, ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ ഞാൻ എൻ്റെ സിംഹാസനം സ്ഥാപിക്കും എന്നുള്ള വീരവാദമൊക്കെ മുഴക്കിയാണ് അവർ തള്ളപ്പെട്ടതെങ്കിൽ, പാതാളത്തിലേക്ക് നിബന്ധിക്കപ്പെട്ടതെങ്കിൽ, ഈ നഷ്ടപ്പെട്ട മാലാഖമാർക്ക് പകരമായി ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയായിരുന്നു. അതിൽ ദൈവത്തിൻ്റെ ലക്ഷ്യം മറ്റൊന്നുമായിരുന്നില്ല, ഈ മാലാഖമാരെ പോലെ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. പലരും ചിന്തിക്കാറുണ്ട്, എന്താ ഈ ദൈവം ഈ സ്തുതിയും ആരാധനയും പുകഴ്ചയും കേട്ടിങ്ങനെ സന്തോഷിക്കുന്നവനായ ഒരു ശക്തിയാണോ? ആ ഒരു ചിന്ത ബാലിശമല്ലേ എന്ന് ചിന്തിക്കുന്നതായ ബുദ്ധിജീവികളുണ്ട്. അതുകൊണ്ടാണ് സഭ പറയുന്നത്, ദൈവത്തെ സ്തുതിക്കുവാൻ തക്കോണം ബുദ്ധിജീവികൾ അപര്യാപ്തരാണെന്നാണ് പറയുന്നത്. യൂലിയോസിൻ്റെ തക്സാലിക് പ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഭൗതികമായിട്ട് ദൈവത്തെ ആരാധിക്കുന്നത് ഒരു അപര്യാപ്തതയായിട്ട് കാണുന്ന ബുദ്ധിജീവികളെക്കുറിച്ച്. എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും ഈ മാലാഖമാരെ പോലെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമായിട്ടുള്ള വിളിയാണ് എന്ന സത്യം ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ സ്തുതിയും മഹത്വവും ആരാധനയും കേട്ട് സന്തോഷിക്കുവാനല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്, മറിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും സമൃദ്ധിയായി സ്വീകരിക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിച്ചത്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് ഒഴുകുക. അതുകൊണ്ടാണ് ബലിയർപ്പിക്കുവാനായിട്ട് വരുമ്പോൾ സഹോദരന് നിന്നോട് വല്ല വിരോധമുണ്ടെങ്കിൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി അനുരഞ്ജനപ്പെട്ടതിന് ശേഷം തിരികെ വന്ന് ബലിയർപ്പിക്കുവാനായിട്ട്. ഇപ്പം അനുരഞ്ജനം ബലിയർപ്പണത്തിന് തടസ്സമായിട്ടുള്ള ഒരു ഘടകമാണ്. എന്താ ആരാധന? സ്വർഗവും ഭൂമിയും ഒരുമിക്കുന്ന ഒരു അനുഭവമാണ്. ദൈവാത്മാവും മനുഷ്യാത്മാവും തമ്മിൽ ലയിച്ചു ചേരുന്നതായ ഒരു അനുഭവമാണ്. ആരാധനാലയത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്, സ്വർഗവും ഭൂമിയും ഉമ്മ വയ്ക്കുന്ന ഇടം, സന്ധിക്കുന്ന സ്ഥലം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം ആരാധനയിലൂടെ സംഭവിക്കുന്നത് ആ സ്വർഗീയമായ അനുഭവത്തിലേക്ക് നാം എത്തിച്ചേരുക എന്നുള്ളതാണ്. ഓർത്തഡോക്സ് ആരാധനയിലെ വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വിശുദ്ധ കുർബാനയുടെ ആഘോഷ സമയം. കുർബാനയുടെ പര്യാപ്തിയിലേക്ക് എത്തുന്നതായ ആ വേളയിൽ പട്ടക്കാരൻ അനൗൺസ് ചെയ്യാറുണ്ട്, ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും മാത്രം നൽകപ്പെടുന്നു എന്ന്. അതായത് വിശുദ്ധ കുർബാന വിശുദ്ധിയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് എന്ന്. അപ്പോൾ ജനമെല്ലാം ഏറ്റുപറയും, പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമല്ലാതെ പരിശുദ്ധനില്ല.
അതായത് പിതാവും പുത്രനും പരിശുദ്ധരുമായുമല്ലാതെ പരിശുദ്ധനില്ലാതിരിക്കെ ഈ വിശുദ്ധിയിലേക്ക് എങ്ങനെ ഞങ്ങൾക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും? അപ്പോഴവിടെ നടക്കുന്ന വലിയൊരു സ്വർഗീയ അനുഭവമുണ്ട്. പട്ടക്കാരും ശുശ്രൂഷക്കാരും ജനങ്ങളും ഒത്തൊരുമിച്ച് ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി കരേറ്റുന്നു. വിശുദ്ധ കുർബാനയിൽ സാധാരണ പട്ടക്കാരനൊരു പ്രാർത്ഥനയിലും ജനമെല്ലാം ആമേൻ പറയും, ശുശ്രൂഷക്കാരൻ പ്രതിവാക്യം പറയും, ജനമെല്ലാം മറുവാക്യം പറയും. ഈ ഒരു ഘടനയാണ് വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്നത് എങ്കിൽ തൃത്വസ്തുതി നടത്തുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി കരേറ്റുന്നത് ജനമെല്ലാം പട്ടക്കാരും ശുശ്രൂഷക്കാരും ജനങ്ങളും ഒത്തൊരുമിച്ചാണ്. കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗമാണത്. ഈ തൃത്വ ആരാധന കഴിയുമ്പോൾ പട്ടക്കാരനോട് ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. നമ്മെ സൃഷ്ടിച്ച പരിശുദ്ധ പിതാവ് പരിശുദ്ധനാകുന്നു, നമ്മെ രക്ഷിച്ച പരിശുദ്ധ പുത്രൻ പരിശുദ്ധനാകുന്നു, പൂർണ്ണവും പരിപൂർണമാക്കുന്ന പരിശുദ്ധ റൂഹ പരിശുദ്ധനാകുന്നു. അവസാനം പട്ടക്കാരൻ ഓരോ പ്രാർത്ഥനയും കൺക്ലൂഡ് ചെയ്യുന്ന എങ്ങനെയാ? പരിശുദ്ധനായ പിതാവാൻ ദൈവം നമ്മോടുകൂടെ, പരിശുദ്ധനായ പുത്രൻ തമ്പുരാൻ നമ്മോടുകൂടെ, പൂർണ്ണവും പരിപൂർണമാക്കുന്ന പരിശുദ്ധ റൂഹ നമ്മോടുകൂടെ. ജനമെല്ലാം ഏറ്റുപറയും അമ്മാൻ ആമേൻ. എന്താ അമ്മാൻ ആമേൻ? ആമേൻ നമുക്കെല്ലാം അറിയാം, സത്യമായും സത്യമായും അങ്ങനെ തന്നെ. ആമാൻ നമ്മോടുകൂടെ, അമ്മാനുയേൽ, ഏൽ ദൈവം, ആമാൻ നമ്മോടുകൂടെ. പട്ടക്കാരൻ പറയുകയാണ് പിതാവാൻ ദൈവം നമ്മോടുകൂടെ, ആമാൻ ആമേൻ, സത്യമായും സത്യമായും നമ്മോടുകൂടെ. പ്രിയമുള്ളവരെ, ആരാധനയിൽ അനുരഞ്ജനം അതിനൊരു പ്രധാന ഘടകമാണെങ്കിൽ ഈ അനുരഞ്ജനത്തിലൂടെ സംഭവിക്കുന്നത് എന്താ? പിതാവാൻ ദൈവം നമ്മോടുകൂടെ, പുത്രൻ തമ്പുരാൻ നമ്മോടുകൂടെ, പരിശുദ്ധ റൂഹ നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ വസിക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും മാത്രം പരിശുദ്ധനായിരിക്കെ, പ്രിയമുള്ളവരെ, ഈ പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ ആവാസം നമ്മളിൽ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവം നമ്മോട് കൂടെ ആയിരിക്കുമ്പോൾ, നാം എല്ലാം ആ വിശുദ്ധിയിലേക്ക് കലർത്തപ്പെടുകയാണ്. അതാണ് വിശുദ്ധ കുർബാനയുടെ മർമ്മപ്രധാനമായ രഹസ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് സഭാപിതാക്കന്മാർ വിശുദ്ധ കുർബാന ഒരു തുടരാരാധനയായിട്ട് വർഷിപ്പ് ആഫ്റ്റർ വർഷിപ്പ്, ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി എന്നൊക്കെ ചിത്രീകരിക്കുന്നത്. ആരാധന, വിശുദ്ധ കുർബാന ഒരു തുടർ ആരാധനയായി സംഭവിക്കണം. എന്താണ്? ഈ ദേവാലയത്തിൽ മാത്രമല്ല ഈ അനുരഞ്ജനത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കേണ്ടത്, മറിച്ച് നമ്മുടെ ജീവിത മേഖലകളിലെല്ലാം പ്രതിഫലിക്കേണ്ട ഒരു അനുഭവമാണ് ഈ അമ്മാനുവേൽ അനുഭവം എന്ന് പറയുന്നത്. ദൈവം നമ്മോട് കൂടെ വസിക്കണമെങ്കിൽ അതിനും പറയുന്നുണ്ട്, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കും? സമസൃഷ്ടങ്ങളോടുള്ള അനുരഞ്ജനം. പ്രിയമുള്ളവരെ, കാൽവരിയിലെ തമ്പുരാന് പോലും ആവശ്യമായിട്ട് വന്നു. തമ്പുരാൻ ദൈവം തന്നെ കൈവിടുന്നതായ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുന്നുണ്ട്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് നിലവിളിക്കുന്നതായ ഒരു സന്ദർഭം. അവിടെയാണ് പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള ആ അനുരഞ്ജന പ്രാർത്ഥനയുടെ പ്രസക്തി. തമ്പുരാൻ തന്നെ കുരിശിലേറ്റിയവർക്ക് വേണ്ടി
ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചതെന്താ? തന്നെ കൈവിട്ടതായ പിതാവാം ദൈവം തൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ സ്വീകരിക്കുകയാണ്. ഇത്ര മർമ്മപ്രധാനമായ രഹസ്യമാണത്. അനുരഞ്ജനത്തിലൂടെയാണ് ദൈവാനുഭവത്തിൽ നിലനിൽക്കുവാനായിട്ട് സാധിക്കുക. അനുരഞ്ജനത്തിലൂടെയാണ് ആരാധനയുടെ മഹത്വം ദർശിക്കുവാനായിട്ട് ഇടയാക്കുക. അല്ലാതെ ആരാധന ദൈവത്തിന് വേണ്ടിയല്ല, മറിച്ച് ആരാധനയിലൂടെ നാം അനുഗ്രഹിക്കപ്പെടുകയാണ് സംഭവിക്കുക. പ്രമേയനിൽ ശ്ലീബായുടെ പ്രഭാത പ്രാർത്ഥനയുടെ പ്രമേയനിൽ ഇപ്രകാരം നമ്മൾ ചെല്ലാറുണ്ട്: കർത്താവേ, ഈ സുഗന്ധധൂപാർ വർഗാദികളോടുകൂടി ഞങ്ങൾ നിന്നെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. ഈ സ്തുതി നിനക്കാവശ്യമായിട്ടല്ല, നിന്നെ സ്തുതിക്കുന്നതിലൂടെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനായിട്ടാണ്. പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചത് ഇതാ. ദൈവത്തിന് സ്തുതി ആവശ്യമായിട്ടല്ല, ദൈവത്തെ സ്തുതിക്കുന്നതിലൂടെ നാം അനുഗ്രഹിക്കപ്പെടുകയാണ് സംഭവിക്കുക. നമ്മുടെ പ്രാർത്ഥനകൾ തുടങ്ങുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധനുമായിരിക്കും സ്തുതി പറഞ്ഞുകൊണ്ടാണ്. തുടർന്ന് നമ്മൾ ചെല്ലുന്നുണ്ട്, നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ എന്ന്. പിതാവിനും പുത്രനും പരിശുദ്ധനുമായിരിക്കും സ്തുതി കരയറ്റുമ്പോഴാണ് തൃത്വദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് ഇറങ്ങി വരിക. അതുകൊണ്ട് അനുരഞ്ജനം ആരാധനയുടെ മർമ്മമായി കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനും നിത്യതയിൽ ദൈവത്തോടുകൂടെ വസിക്കുന്നതിനും ഈ അനുരഞ്ജനത്തിൻ്റെ ആത്മാവിനെ ധരിച്ചുകൊള്ളുവാൻ തക്കോണം നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പിതൃത്വസ്ഥാത്മാവാം ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, നീ ഞങ്ങൾക്കുന്ന വചനത്തെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അനുരഞ്ജനത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഈ ലോകത്തും പരലോകത്തും നിന്നോട് കൂടെ വസിക്കുവാൻ തക്കോണം നീ ഞങ്ങളെ സഹായിക്കണമേ. കൃപകൾക്കായി സ്തോത്രം, അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. മാതാവേ, ശുദ്ധിവാന്മാരെ, ശുദ്ധികളെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവായുടെയും നാമത്തിൽ തന്നെ. ആമീൻ.